ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ സൗമ്യ അനീഷ്. അപ്പോൾ ക്രിസ്മസിന് നമ്മളൊക്കെ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു കുഞ്ഞ് കേക്കെങ്കിലും ബേക്കറിയിൽ നിന്ന് വാങ്ങും ഇല്ലേ? അപ്പോൾ ഇനി വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാം, അതും ഇൻസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് പ്ലം കേക്കാണ്. അപ്പോൾ കടയിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. പ്ലം കേക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് പഞ്ചസാരയൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാനിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് ആകെ അങ്ങ് മാറിപ്പോകും. അപ്പോൾ പതുക്കെ മെൽറ്റായി വരുന്നുണ്ട്. ഇപ്പോൾ പഞ്ചസാരയുടെ കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കാരമലൈസ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാറട്ടെ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എടുത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഗ്രേപ്പ് ജ്യൂസിലാണ് കേട്ടോ ഞാനിവിടെ ബോയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗ്രേപ്പ് ജ്യൂസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണക്കമുന്തിരി, ചെറി, ഈന്തപ്പഴം, ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഡ്രൈ നട്ട്സ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കാഷ്യൂനട്ടും ബദാം കൂടി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആ മിക്സിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കേക്ക് ഉണ്ടാക്കുന്നതിന് ഒരു 4 മണിക്കൂറിന് മുന്നേ എങ്കിലും ഓറഞ്ച് ജ്യൂസിലോ അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസിലോ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ബോയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മൾ എടുക്കുന്ന മൈദയുടെ സെയിം അളവിൽ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാൻ നോക്കണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി 2 കപ്പ് വരും. കുറച്ച് കൂടുതലുണ്ടെന്നേ ഉള്ളൂ, അത് സാരമില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ഗ്രേപ്പ് ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസിലേക്ക് മാറ്റാം. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്ലെയിം സിമ്മിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ ബോയിൽ ചെയ്യാൻ വെക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പറ്റിപ്പോകും. ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. ഇപ്പം ഞാൻ ഈ ഗ്യാസ് കൂടി ഒന്ന് ഓഫ് ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്നും ഒരു ബൗളിലേക്ക് മാറ്റി നന്നായിട്ട് ചൂടാറാൻ വയ്ക്കാം. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാരയുടെ കൂടെ തന്നെ ഇതുകൂടി ചേർത്തിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. ഇതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പം ഞാനിവിടെ ജാതിക്കയുടെ കുരുവില്ലേ, അതിൻ്റെ ചെറിയൊരു കഷ്ണം, കറുകപ്പട്ട, ഏലക്ക, അതൊരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറുതായ കാരണം കേട്ടോ 6 എണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ ഗ്രാമ്പു, അതും ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി നമ്മൾ ഈ പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്.
നമുക്ക് ഇത് ഒന്ന് അരിച്ചെടുക്കണം. നമ്മുടെ ആ ഏലക്കയൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ അതിൻ്റെ തരി കാണും. ഇനി ഒരു ബൗളിലേക്ക് നമുക്കൊരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന സെയിം കപ്പിന് 2 കപ്പ് മൈദയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മെഷറിംഗ് കപ്പിലല്ല, സാധാരണ നമ്മൾ ചായ കുടിക്കുന്ന കപ്പില്ലേ, ആ ഒരു കപ്പിന് 2 കപ്പ് മൈദയാണ് ചേർത്തിരിക്കുന്നത്. സെയിം കപ്പിന് തന്നെയാണ് പഞ്ചസാരയും ഗ്രേപ്പ് ജ്യൂസ് എല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ്സിനോ അല്ലെങ്കിൽ മെഷറിംഗ് കപ്പിനാണോ എടുക്കുന്നത് അതനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്ത സെയിം ജാറിലേക്ക് തന്നെയാണ് ഞാൻ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബീറ്ററൊന്നും എടുക്കുന്നില്ല, മിക്സിയിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. 1/4 കപ്പ് പാൽ കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ആ മൈദ എടുത്ത കപ്പില്ലേ, അതിൽ 1/4 കപ്പ് പാൽ കൂടി ഒഴിച്ചിട്ടുണ്ട്. ആ സെയിം കപ്പിന് തന്നെ 1/4 കപ്പ് ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഈ ബൗളിലേക്ക് നമുക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ബദാം കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ആദ്യമേ ബേക്കിംഗ് ട്രേയിൽ കുറച്ച് എണ്ണയെല്ലാം പരട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേക്ക് മിക്സ് തയ്യാറാക്കുന്നതിന് മുന്നേ ഒരു 140 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ട്രേയിലേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് ഓവനിലേക്ക് മാറ്റാം. ഒരു 140 ഡിഗ്രി സെൽഷ്യസിൽ 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് പുറത്തെടുത്ത് ഉള്ളെല്ലാം വെന്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് നന്നായിട്ട് ചൂടാറട്ടെ, എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വേഗം വരാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.